Stay tuned to Kids Corner and set free from all tensions and worries. തോമസുട്ടി, നീ എന്താണ് ഈ വായിക്കുന്നത്? ഞാൻ വചനം വായിക്കുക. വചനോ? എന്താ അത്? ദൈവവചനം എന്ന് വെച്ചാൽ ബൈബിൾ. അപ്പനും അമ്മ എന്നോട് എപ്പോഴും പറയും ബൈബിൾ വായിക്കാൻ. എന്നാലും നീ വായിക്കാറില്ലേ? വായിക്കാറുണ്ട്, പക്ഷെ എന്തിനാണ് ഈ ബൈബിൾ വായിക്കുന്നത്? അങ്ങളുടെ അടുത്ത് പോകാൻ സമയമായി. പ്രൈസ് ഗോഡ്. ഞാൻ ഷാമിൻ. ഇന്നത്തെ ഈ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ അപ്പുക്കുട്ടനും തോമസുട്ടിയുടെയും സംശയം എന്ന് കേട്ടല്ലോ, ദൈവവചനം. നമ്മളുടെ പപ്പയും മമ്മിയൊക്കെ എപ്പോഴും നമ്മളോട് ബൈബിൾ വായിക്കാൻ പറയാറുണ്ടോ? അപ്പോൾ അത് എന്തിനാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾക്ക് ഈ എപ്പിസോഡിൽ എന്തിനാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അങ്കിളുടെ അടുത്തേക്ക് പോവാം. അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുകൃതവും പഠിക്കാം. ഇന്നത്തെ വചനം 119 സങ്കീർത്തനം 105 വാക്യം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇനി സുകൃത ജപം. പരിശുദ്ധാത്മാവേ, വചനം ഗ്രഹിക്കാൻ ഉള്ള കൃപ എനിക്ക് തരണമേ. ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? പരിശുദ്ധാത്മാവേ വചനം ഗ്രഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അങ്കിളുടെ അടുത്തേക്ക് പോവാം. നമ്മൾ എന്തിനാണ് വചനം വായിക്കുന്നത്? നല്ലൊരു ചോദ്യമാണല്ലോ മോളെ. നമ്മൾ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നത്. ഈശോയോട് കൂടി നടക്കാൻ, ഈശോയോട് നന്നായിട്ട് കൂട്ടുകൂടാനായിട്ടല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് എങ്ങനെ നമ്മൾ അറിയും? വചനം വായിക്കുമ്പോഴാണ് ഈശോയുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ അറിയുന്നത്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് കേട്ടിട്ടില്ലേ? അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വചനം നമ്മുടെ സ്നേഹപിതാവിൻ്റെ നമ്മളോടുള്ള എഴുത്താണ്. ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ഗോഡ് ദ ഫാദേഴ്സ് ലവ് ലെറ്റർ ടു അസ്. അപ്പം പിതാവായ ദൈവം നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്താണ് നമ്മളോട് പറയുന്നത്, ഈശോ എന്താണ് നമ്മളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളോട് പറയുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് വചനം വായിക്കുമ്പോഴാണ്. പിന്നെ വചനം വായിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആത്മാവിന് ശക്തി ലഭിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കരുതല്ലേ? ഇപ്പം നമ്മുടെ ശരീരത്തിന് ശക്തി കിട്ടാനായിട്ടില്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ, നമ്മുടെ ആത്മാവിന് ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ വചനം വായിക്കണം, വചനം നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുകൂടിയാണ്. അതുകൊണ്ടാണ് വചനം വായിക്കണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വചനം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം വളരുന്ന പോലെ നമ്മുടെ ആത്മാവും വളരും. മനസ്സിലായോ നമുക്ക്? വചനം വായിക്കുമ്പോൾ നമുക്ക് എന്താ പ്രയോജനം? വചനം വായിക്കുന്നതുകൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുണ്ട് മോനെ. അതിലൊരു പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം വായിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം ലഭിക്കും. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണമെന്നൊക്കെ നമുക്ക് വചനം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വചനത്തെക്കുറിച്ച് ഇങ്ങനെയാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, ദ എൻട്രൻസ് ഓഫ് മൈ വേർഡ്സ് ഗിവ് ലൈറ്റ്. അതായത് വചനം വരുമ്പോൾ നമുക്ക് വെളിച്ചമുണ്ടാകുന്നു, പ്രകാശമുണ്ടാകുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇപ്പോൾ ഒരു മുറി മുഴുവൻ ഇരുട്ടാണെങ്കിൽ നമുക്ക് ആ മുറിയിൽ കയറി കഴിയുമ്പോൾ കാണാനായിട്ട് പറ്റുമോ? ഒന്നും കാണാൻ സാധിക്കില്ല. അതേസമയം ലൈറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റില്ലേ? എന്ന് പറഞ്ഞതുപോലെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം കടന്നു വരുന്നു, ഈശോയുടെ വെളിച്ചം വരുന്നു, ദൈവത്തിൻ്റെ വെളിച്ചം വരുന്നു. അപ്പോൾ ഓരോ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ട് അപ്പോൾ മനസ്സിലാകും. അല്ലെ, ഇപ്പോൾ സ്കൂളിൽ നമ്മൾ ആയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എങ്ങനെ നമുക്കറിയാൻ പറ്റും? വചനം നമ്മുടെ ഉള്ളിലുള്ളപ്പം ഈശോ നമ്മളോട് സംസാരിക്കും. ഒരുപക്ഷെ അവരോട് ക്ഷമിക്കാനായിട്ടായിരിക്കും പറയുന്നത്, അല്ലെ അവരെ സ്നേഹിക്കാൻ പറയും. അപ്പം അങ്ങനെ വചനം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ജ്ഞാനം ലഭിക്കും, ശരിയായ രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? വചനം വായിക്കണമെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അതെങ്ങനെയാണ് വായിക്കേണ്ടത്? വചനം വായിക്കാനായിട്ട് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു സമയമുള്ളത് നല്ലതാണ്. പഠിക്കാനായിട്ടൊരു കൃത്യസമയമില്ലേ മോന്? എപ്പോഴാണ് പഠിക്കുന്നത്? അത് രാവിലെ പഠിക്കും, പിന്നെ വൈകുന്നേരം പഠിക്കും. രാവിലെ എത്ര മണിക്കാണ് പഠിക്കുന്നത്? 8 മണി. 8 മണി. എന്താണെങ്കിലും നമ്മൾ നല്ല അലർട്ടായിട്ടിരിക്കുന്ന ഒരു സമയത്തല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും
നല്ലൊരു സമയം, നമ്മൾ നല്ല അലർട്ടായിട്ട് നന്നായിട്ടിരിക്കുന്ന സമയം വേണം ദൈവത്തിന് കൊടുക്കാൻ. നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല സമയം വേണ്ടേ കൊടുക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സമയം നിശ്ചയിക്കുന്നു, ഏത് സമയത്ത് വായിക്കണം. അപ്പോൾ അത് അധികം സമയം വേണ്ട, ഒരു 15 മിനിറ്റ് വായിച്ചാൽ മതി. വായിക്കുന്നത് ഏത് ഭാഗമാണെന്ന് തിരഞ്ഞെടുക്കണം. അപ്പം നമ്മൾ എടുക്കുമ്പോൾ അത് പഴയ നിയമമുണ്ട്, പുതിയ നിയമമുണ്ട്. നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നതാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ നല്ലത്. അപ്പോൾ പുതിയ നിയമത്തിൽ സുവിശേഷം വായിക്കാം, അല്ലെങ്കിൽ ലേഖനങ്ങൾ വായിക്കാം, അല്ലെങ്കിൽ സങ്കീർത്തനം. പഴയ നിയമമാണെങ്കിൽ സങ്കീർത്തനം, സുഭാഷിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ വായിക്കാം. അപ്പം അത് ഒരു ചെറിയ പാരഗ്രാഫ് അല്ലെ ഒരു ചെറിയ ഭാഗം വായിക്കുന്നു. എന്നിട്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം വായിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ എന്താ ഈശോ ഇതിലൂടെ എന്താ എന്നോട് പറയുന്നത്? അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈശോ പറയുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വചനം വായിക്കേണ്ടത്. പക്ഷെ ഒരു ദിവസം വായിച്ചിട്ട് പിന്നെ അങ്ങ് ഒരാഴ്ച വായിക്കാതിരിക്കരുത്. എല്ലാ ദിവസവും വായിക്കണം. അങ്ങനെ വായിക്കാൻ പറ്റുമോ? വചനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? വചനം നമ്മൾ വായിക്കുന്നത് നമുക്കൊരറിവ് കിട്ടാൻ വേണ്ടി മാത്രമല്ല. അതിനുവേണ്ടി മാത്രമാണോ വായിക്കുന്നത്? അല്ല. വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വചനം വായിക്കുന്നത്. വചനം വായിച്ച് അറിവ് മാത്രം കിട്ടിയതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ വായിച്ചിട്ടില്ലേ, നല്ല നിലത്ത് വീണ വിത്ത്. ഇപ്പോൾ നല്ല നിലത്ത് വീണ വിത്താണ് 100 മേനി ഫലം പുറപ്പെടുവിച്ചത്. വഴിയരികിൽ വിത്ത് വീണു, പാറയുടെ പുറത്ത് വിത്ത് വീണു, മുള്ളുകളുടെ ഇടയിൽ വിത്ത് വീണു. പക്ഷെ ആ വിത്തൊന്നും ഉദ്ദേശിച്ച ഫലം ഉണ്ടായില്ല. നല്ല നിലത്ത് വിത്ത് വീണു. അതായത് ഹൃദയത്തിൽ നമ്മുടെ വചനം വന്നു കഴിഞ്ഞ് ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പം അതിൽ മെജുഗോറിൽ എന്നുള്ള സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പലതും സംസാരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? മാതാവ് ഒരു പ്രാവശ്യം മെജുഗോറിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തിൽ പുണ്യത്തിൽ വളരാനുള്ള ഏറ്റവും നല്ല മാർഗം വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ്. അപ്പം നമ്മുടെ ബലഹീനത എന്താണോ അതിന് പറ്റിയ വചനം, ദൈവത്തിൻ്റെ ശക്തി നൽകുന്ന, ദൈവം അതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പറയുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. അങ്കിളൊരു ഉദാഹരണം പറയാം. അങ്കിളിന് 5 കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ പല പ്രായത്തിലുള്ളവരാണ്. ഏറ്റവും മൂത്തയാൾ 12 വയസ്സ്, ഏറ്റവും ഇളയവർ 2 വയസ്സ്. അപ്പോൾ അത് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർ ചിലപ്പോൾ നല്ല ബഹളം ഉണ്ടാക്കും. നിങ്ങളൊക്കെ നല്ല അധികം ബഹളമൊന്നും ഉണ്ടാക്കാത്ത കുട്ടികളല്ലേ, അവരിച്ചിരി ബഹളം ഉണ്ടാക്കും. അപ്പോൾ ചിലപ്പോൾ അങ്കിളിന് ദേഷ്യം വരും, ഇതെന്താ ഇവരിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ അങ്കിളിങ്ങനെ ആലോചിച്ചപ്പോൾ അങ്കിളിന് തോന്നി ഈ വചനം വായിച്ച് കഴിഞ്ഞാൽ അതിൽ സഹായം ലഭിക്കുന്നു. അപ്പോൾ അതിൽ വചനത്തിൽ ഇങ്ങനെയാണ്, ഇതിനെ സംബന്ധിച്ചുള്ള വചനം ഞാൻ പറയാം. ഇൻ യുവർ ആങ്കർ ഡു നോട്ട് സിൻ, ഡു നോട്ട് ലെറ്റ് ദ സൺ ഗോ ഡൗൺ വൈൽ യു ആർ സ്റ്റിൽ ആംഗ്രി, ഡു നോട്ട് ഗിവ് ദ ഡെവിൾ എ ഫുട് ഹോൾഡ് എന്ന് വചനം പറയുന്നുണ്ട്. അല്ലെ വേറൊരിടത്ത് പറയുന്നുണ്ട്, ലെറ്റ് എവറി മാൻ ബി ക്വിക്ക് ടു ലിസൺ, സ്ലോ ടു സ്പീക്ക് ആൻഡ് സ്ലോ ടു ബിക്കം ആംഗ്രി. അപ്പം അങ്കിൾ ഈ വചനമൊക്കെ ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഒരു ദേഷ്യം വരുന്ന ഇത് വരുമ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് അവിടെ ഇരുന്ന് കുറച്ച് സമയം ഈ വചനത്തെ ആലോചിക്കും, വചനം ഒന്ന് പറഞ്ഞു നോക്കും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ആ ദേഷ്യം അങ്ങ് പോകും. അപ്പം അങ്ങനെ വരുമ്പം കുറച്ചുകൂടി കാമായിട്ട് അവരോട് പെരുമാറാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താണോ അപ്ലൈ ചെയ്യാവുന്നത് അത് നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? വചനം വായിച്ചുകൊണ്ട് അങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അനുഭവം ഉണ്ടായിരുന്നത്? ഒരനുഭവം ഞാനിപ്പോൾ പറഞ്ഞല്ലോ. ഇങ്ങനെ അങ്കിളിന് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം. അപ്പോൾ അങ്കിൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഈ വചനം പറയുമ്പോൾ അങ്കിളിന് അവിടെ ഒരു ഹെൽപ്പ് കിട്ടി. വേറൊരു കാര്യം പറയാം. അപ്പോൾ അങ്കിളിന് ഈ എക്സാമൊക്കെ എഴുതാൻ പോകുമ്പോൾ അങ്കിളിന് എപ്പോഴും ഒരു ടെൻസ്ഡ് ആകുന്ന ഒരു ഇതുണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ എക്സാം എഴുതുമ്പോൾ ഒരു ഇത് വരില്ലേ? ഒരു വചനം വായിച്ചപ്പോൾ അങ്കിളിന് വളരെ നല്ലൊരു വചനമാണല്ലോ, ഐസയ 41:10. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായം 10-ാം വചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. അപ്പം അങ്ങനെ ആ ഒരു വചനം, ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ. അപ്പോൾ അത് എനിക്ക് ഇങ്ങനെ ഒരു ഡിഫിക്കൽട്ടി ഉള്ള ഒരു സർക്കംസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാനായിട്ടൊക്കെ പോകുമ്പം, അല്ലെങ്കിൽ അങ്ങനെ ശരിക്കും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്കിൾ ഈ വചനം പറഞ്ഞു നോക്കും. അപ്പം അങ്കിൾ കണ്ണടച്ചിട്ട് ഈ വചനം പറയും, അല്ലെങ്കിൽ ഈ വചനത്തെക്കുറിച്ച് ഓർക്കും. അങ്ങനെ വന്നു കഴിയുമ്പം അങ്കിൾ ഒരു ധൈര്യം കിട്ടും, നല്ല ധൈര്യം. അതങ്ങനെ പല പ്രാവശ്യം അങ്കിളിൻ്റെ ജീവിതത്തിൽ പല സമയങ്ങളിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അങ്കിൾ ഈ വചനം പ്രാർത്ഥിച്ച് ഈ വചനം ഓർത്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ശക്തി കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരു സംഭവം അതുകൂടി എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്, അതുകൂടി പറയാം.
അത് ഇപ്പോൾ ഈശോയോട് കൂടി വചനത്തിലൂടെ നമ്മൾ വായിച്ച് ഈശോയോട് കൂടെ പോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കത് നല്ലൊരു ഇതായിട്ടുള്ള ഒരു കഥ ഇതായിട്ട് തോന്നി. ചാൾസ് ബ്ലോണ്ടിൻ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാൾസ് ബ്ലോണ്ടിൻ ആരാണ്? ചാൾസ് ബ്ലോണ്ടിൻ അറിയോ? ചാൾസ് ബ്ലോണ്ടിൻ ഈസ് എ ടൈറ്റ് റോപ്പ് വോക്കർ. ഇങ്ങനെ ഈ ഒരു നീളത്തിൽ ഇങ്ങനെ ഈ കയറ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ നടക്കുന്ന മനുഷ്യരില്ലേ, അങ്ങനെ വളരെ പ്രഗത്ഭനായ ഒരു ടൈറ്റ് റോപ്പ് വോക്കറായിരുന്നു ചാൾസ് ബ്ലോണ്ടിൻ. അയാൾ ഇപ്പോൾ മരിച്ചുപോയി. വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അപ്പോൾ അയാൾ ഇങ്ങനെ ഈ കയറ് കെട്ടി ഓരോ കെട്ടിടങ്ങളുടെ മുകളിൽ കയറ് കെട്ടി അതിന് മുകളിലൂടെ നടക്കും. അയാളുടെ ഏറ്റവും വലിയൊരു പ്രകടനം നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മുകളിലൂടെ അയാൾ കയറ് കെട്ടി അതിന് മുകളിലൂടെ നടക്കുന്ന പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഞാനൊരു ബുക്കിൽ വായിച്ചത് ഞാൻ പറയാം. അപ്പോൾ അത് നയാഗ്ര വാട്ടർഫോൾസ് അക്രോസ് അമേരിക്ക ആൻഡ് കാനഡ. അപ്പോൾ അതിന് മുകളിൽ ഒരു വലിയ കയറ് വലിച്ച് കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ നിന്ന് ഈ മെയിൻ കയറിനെ ബലപ്പെടുത്താനായിട്ടുള്ള ചെറിയ കയറുകൾ കെട്ടി നിർത്തിയിരിക്കും. സോ ദാറ്റ് ദ മെയിൻ റോപ്പ് ഈസ് വെരി ടോട്ട് ആൻഡ് സ്ട്രോങ്. ഇപ്പോൾ ചാൾസ് ബ്ലോണ്ടിൻ ഈസ് വാക്കിംഗ് ഫ്രം വൺ എൻഡ് ഫ്രം ദ കനേഡിയൻ സൈഡ് ടു ദ അമേരിക്കൻ സൈഡ്. അപ്പോൾ ആളുകളെല്ലാം സൈഡിൽ ഇങ്ങനെ തടിച്ചുകൂടി എല്ലാവരും ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് വെറുതെ ആണെങ്കിൽ ഒരു മുകളിലൂടെ ഒരു ഘട്ടത്തിന് മുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് പേടിയില്ലേ? ഇത്രയും ഉയരമുള്ള ഒരു റോപ്പിന് മുകളിലൂടെ നടക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ആളുകൾ വളരെ ടെൻസായിട്ടിരിക്കും. അപ്പം ചാൾസ് ബ്ലോണ്ടിൻ ഈസ് ആൻ എക്സ്പേർട്ട്. ഒരു എക്സ്പേർട്ടാണ് ഇതിനിങ്ങനെ നടന്ന് പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. ചാൾസ് ബ്ലോണ്ടിൻ അവിടുന്ന് കയറി നടന്ന് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ വളരെ ഇതായിട്ട് നിൽക്കുന്നു, ചിലർ ബോധം കെട്ട് വീഴുന്നു. പക്ഷേ ചാൾസ് ബ്ലോണ്ടിൻ സുരക്ഷിതമായിട്ട് ഇപ്പുറത്ത് അമേരിക്കൻ സൈഡിൽ വന്നിറങ്ങി. ഉടനെ എല്ലാവരും വളരെ കൈയടിക്കുന്നു, പത്രക്കാരൊക്കെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞപ്പം ചാൾസ് ബ്ലോണ്ടിൻ അവിടെ നിൽക്കുന്നവരോട് ചോദിച്ചു, എനിക്ക് ഈ കയറിലൂടെ ഇങ്ങനെ ഇതിനക്കരെ തിരിച്ച് ഇങ്ങനെ ഈ കയറിലൂടെ നടക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ തിരിച്ചു പോവുക, ഞാൻ ഈ കയറിലൂടെ അപ്പുറത്ത് കാനേഡിയൻ സൈഡിലേക്ക് പോകാനായിട്ട് എനിക്ക് പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചാൾസ് ബ്ലോണ്ടിൻ ചോദിച്ചു. അപ്പോൾ എല്ലാവരും എന്നാ പറഞ്ഞു? ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വി ബിലീവ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ചാൾസ് ബ്ലോണ്ടിൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നോന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളാരും നിൻ്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഹെൻറി ക്ലോത്താർഡ് എന്ന് പറഞ്ഞ ചാൾസ് ബ്ലോണ്ടിൻ്റെ മാനേജറുണ്ട്. അയാൾ പറഞ്ഞു, ഐ ബിലീവ് ദാറ്റ് യു ക്യാൻ ഗോ അക്രോസ് ടു ദ കനേഡിയൻ സൈഡ് ആൻഡ് ഐ വിൽ കം വിത്ത് യു. ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് എൻ്റെ അപ്പുറത്തേക്ക് പോകാനായിട്ട് നിനക്ക് പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ നിൻ്റെ കൂടെ വരാൻ തയ്യാറുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹെൻറി ക്ലോത്താർഡ് പറഞ്ഞു ശരി ഒക്കെ പോരാൻ പറഞ്ഞു. അപ്പോൾ ഹെൻറി ക്ലോത്താർഡ് ചാൾസ് ബ്ലോണ്ടിൻ്റെ തോളിലേക്ക് കയറി. എന്നിട്ടിപ്പോൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ മനുഷ്യരുടെ അങ്ങോട്ട് ഒരാൾ തന്നെ നടക്കുമ്പോഴത്തേനും നമുക്ക് അത്രയും ടെൻസ്ഡ് അല്ലേ? അപ്പോൾ പീപ്പിൾ ആർ ജസ്റ്റ് സോ ടെൻസ്. വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഇസ് നയാഗ്ര ഫോൾസ്. ദേ ക്യാൻ സ്ലിപ്പ് എനി മൊമെൻറ്റ്. അവർ താഴെ വീണ് മരിക്കാം. ഇവർ നടന്ന് ഈ ഇതിൻ്റെ നടുക്ക് ഏകദേശം ഒരു നടുക്ക് ഒരു 2/3 ഓഫ് ദ വേ ആയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയർ ഇങ്ങനെ പല വയറുകളെ സൈഡിൽ നിന്ന് കെട്ടിയിരിക്കുമല്ലോ ഈ മെയിൻ വയറിലേക്ക്. അതിലൊരു സൈഡ് വൺ ഓഫ് ദ വയർ സ്നാപ്ഡ്. അത് സ്നാപ്പ് ചെയ്തപ്പോഴത്തേനും ഈ കയറ് വളരെ ശക്തിയായിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങി. അപ്പോൾ പീപ്പിൾ വെർ ജസ്റ്റ് പാരലൈസ്ഡ് വിത്ത് ഫിയർ. ദേ ക്യാൻ ഡൈ എനി മൊമെൻറ്റ്. മെനി പീപ്പിൾ വെർ ജസ്റ്റ് കൊളാപ്സ്ഡ്. അവർ പലരും ഭയം കാരണം ബോധരഹിതരായി. അപ്പോൾ ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാൾസ് ബ്ലോണ്ടിൻ ഈസ് ജസ്റ്റ് സ്റ്റാൻഡിങ് ദെയർ. അയാളുടെ കയ്യിൽ ഈ റോഡുണ്ട്. എന്നിട്ട് ഹെൻറി ക്ലോത്താർഡ് ഈസ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അപ്പോൾ അയാൾ അവിടെ നിന്നു. എന്നിട്ട് ആസ് ഹെൻറി ക്ലോത്താർഡ് ടു ഡിസ്മൗണ്ട് സോ ദാറ്റ് ഹി വാണ്ട് ടു ടെൽ ഹിം സംതിങ്. ഹെൻറി ക്ലോത്താർഡിനോട് തോളിലേക്ക് ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഹെൻറി ക്ലോത്താർഡിന് പറഞ്ഞു, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും വി ആർ ഗോയിങ് ടു ഡൈ. ഫ്രം നൗ ഓൺ യു ആർ നോ ലോങ്ങർ ഹെൻറി ക്ലോത്താർഡ്, യു ആർ ചാൾസ് ബ്ലോണ്ടിൻ. നീ ഇനി മുതൽ ആ കനേഡിയൻ സൈഡിൽ എത്തുന്നവരെ നീ ഹെൻറി ക്ലോത്താർഡ് അല്ല, നീ ചാൾസ് ബ്ലോണ്ടിനാണ്. ചാൾസ് ബ്ലോണ്ടിൻ എന്ന വ്യക്തി തന്നെയാണ് നീ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ദ ലാസ്റ്റ് പാർട്ട് ഹെൻറി ക്ലോത്താർഡ് ചാൾസ് ബ്ലോണ്ടിൻ ജസ്റ്റ് റാൻ ദ ലാസ്റ്റ് 1/3 ഓഫ് ദ സ്ട്രെച്ച്. നടക്കുമല്ലായിരുന്നു അയാൾ ഓടുമായിരുന്നു. അയാൾ കനേഡിയൻ സൈഡിൽ സുരക്ഷിതമായിട്ട് ഇറങ്ങി. പക്ഷേ ഇതിലെ കാര്യം എന്താണ്? നമ്മുടെ കനേഡിയൻ സൈഡ് അമേരിക്കൻ സൈഡ് എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരൊറ്റ വഴിയാണ്. ആ വഴി ഒരൊറ്റ മനുഷ്യനെ ഇതുവരെ പോയിട്ടുള്ളൂ. അതാരാണെന്നറിയാവോ? ഈശോ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഹാസ് ട്രാവൽഡ് അക്രോസ് ദിസ് റോപ്പ് ആൻഡ് ഹീ ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ക്യാൻ ടേക്ക് us അക്രോസ് ദിസ് റോപ്പ് ഫ്രം ദെയർ ടു ഹെവൻ. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ എന്താ പറ്റുന്നത്? വചനം വായിക്കുമ്പം നമ്മൾ ഈശോയുടെ
അനുരൂപരാകുകയാണ് ചെയ്യുന്നത്. വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മൾ ഈശോയോട് അനുരൂപരാകുകയാണ് ചെയ്യുന്നത്. വി ആർ ബിക്കമിങ് വൺ വിത്ത് ജീസസ് ആൻഡ് എസെൻഷ്യലി we become so one with Jesus, just like Henry Clothard was no longer Henry Clothard, he was Charles Blondin. ഈശോ നമ്മളിൽ വരുന്നു, നമ്മൾ ഈശോയ്ക്ക് അനുരൂപരാകുന്നു, നമ്മൾ ഈശോയെ പോലെ ആയിത്തീരുന്നു. അങ്ങനെയുള്ളവരല്ലേ സെയിൻസ് ആയത്. ആൻഡ് ദെൻ വി സേഫ്ലി നെഗോഷിയേറ്റ്. ഈ റോപ്പിലൂടെ കടന്ന് നമ്മൾ എവിടെ എത്തുന്നു? സ്വർഗത്തിലെത്തിച്ചേരുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത്, അതിനുവേണ്ടിയാണ് വചനം നമ്മൾ ധ്യാനിക്കുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അവസാനം നമ്മൾ എവിടെ എത്തും? അങ്ങനെ നമുക്ക് എത്തിച്ചേരണ്ടേ? ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന്, വചനം എന്തിനാണ് വായിക്കേണ്ടത്, എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പം അങ്കിളിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ആയി അല്ലേ? ഇനി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമോ? അപ്പം ഇനി അടുത്തത് നമുക്കൊരു അമ്മാമ്മയുടെ അടുത്ത് പോവാം. അമ്മാമ്മ നമുക്കൊരു വിശുദ്ധൻ്റെ കഥ പറഞ്ഞുതരും. അതിനു മുമ്പ് ഇന്നത്തെ വചനവും സുകൃജപവും ഒന്നും കൂടെ ഏറ്റു പറയാം. അപ്പം ഇന്നത്തെ വചനം 119 സങ്കീർത്തനം 105 വാക്യം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇനി സുകൃത ജപം. പരിശുദ്ധാത്മാവേ, വചനം ഗ്രഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. പിന്നെ അമ്മാമ്മയുടെ അടുത്ത് പോവാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മാമ്മ. അമ്മാമ്മയുടെ പേര് ഗ്രേസി. അമ്മാമ്മ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഏത് വിശുദ്ധൻ്റെ കഥയാണ് പറഞ്ഞു തരുന്നത്? വിശുദ്ധ ആൻ്റണിയുടെ. ആൻ്റണിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ, വചനപ്രഘോഷണത്തിന് ഏറ്റവും പറ്റിയ ഒരാളാണ് സെയിൻറ്റ് ആൻ്റണി. അനേകായിരങ്ങളെ വചനം കൊണ്ട് മാനസാന്തരപ്പെടുത്തിയ വ്യക്തിയാണ്. ഒരിക്കൽ വചനം പ്രഘോഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി അതിലേ കടന്നുപോയി. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അസീസിക്ക് വളരെ താല്പര്യം തോന്നി. വേഗം ഇറ്റലിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. ഇറ്റലിയിൽ ചെന്ന് അവിടെ മുഴുവനും, അതായത് വഴിയോരങ്ങളിലും കിട്ടുന്ന അവസരം മുഴുവനും വചനം പ്രഘോഷണത്തിന് വേണ്ടി ഉപയോഗിച്ച് അനേകായിരങ്ങൾ ഈ വചനം കേട്ട് മാനസാന്തരപ്പെട്ടു. ഒരു ദിവസം വചനം കേൾക്കാൻ ആരെയും കണ്ടില്ല. വേഗം കടൽക്കരയിലോട്ട് പോയി. അവിടെ നിന്നങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പം മീനുകളെല്ലാം ആർത്തിയോടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന്, വചനം കേട്ടുകൊണ്ടിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടു നിന്നിരുന്ന ആളുകൾക്ക് വളരെ പ്രചോദനമായി. അവർ പിന്നെ ആൻ്റണിയുടെ കൂടെ നടപ്പായി. അങ്ങനെ ഒരുപാട് മനുഷ്യരെ വചനം കൊണ്ട് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് വിശുദ്ധ ആൻ്റണി. അങ്ങനെ നമ്മുടെ അമ്മാമ്മ നമുക്കൊരു നല്ല കഥ പറഞ്ഞു തന്നു അല്ലേ? നീ വിശുദ്ധനോട് പ്രാർത്ഥിക്കോ? അപ്പൊ ഇനി നമുക്ക് വചനവും സുകൃതജപവും ഏറ്റു പറഞ്ഞിട്ട് ഒരു കിടിലൻ ആക്ഷൻ സോങ് കാണാം. അപ്പൊ വചനം 119 സങ്കീർത്തനം 105 വാക്യം. അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇനി സുകൃതജപം. പരിശുദ്ധാത്മാവേ, വചനം ഗ്രഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. So good.
കണ്ട വിഷ്വലിലെ സംഭവം നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മളുടെ വീടുകളിൽ നമ്മളുടെ അപ്പനും അമ്മയും നമ്മളും കൂടെ ഒന്നിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് നീറ്റായിട്ടിരിക്കും. അല്ലാതെ അത് അപ്പൻ്റെ ജോലിയാണ്, അത് അമ്മയുടെ ജോലിയാണെന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കഴിഞ്ഞു. ബൈബിളൊക്കെ ഇനി വായിക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തു അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാം. അതിനു മുമ്പ് വചനവും സുഖിച്ചപ്പോൾ ഒന്നും കൂടെ ഏറ്റു പറയാം. 119 സങ്കീർത്തനം 105 വാക്യം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഇനി സുകൃത ജപം. പരിശുദ്ധാത്മാവേ വചനം ഗ്രഹിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. അതുവരേക്കും ബൈ.